എല്ലാവർക്കും ഗെയ്സ് ജി കേരളസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 14ാം കേരള നിയമസഭയെക്കുറിച്ച് വിവരിക്കാനാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 14ാം കേരള നിയമസഭ. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല. സ്പീക്കർ ശ്രീ പി ശ്രീരാമകൃഷ്ണൻ. ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ വി ശശി. മന്ത്രിമാരും അവരുടെ വകുപ്പുകളും ശ്രീ പിണറായി വിജയൻ. ആഭ്യന്തരം, വിജിലൻസ്, IT, പൊതുഭരണം ശ്രീ ഡോക്ടർ തോമസ് ഐസക്. ധനകാര്യം, കയർ വകുപ്പ് ശ്രീമതി KK ശൈലജ. ആരോഗ്യം, സാമൂഹികക്ഷേമം, വനിതാ ശിശു വികസന വകുപ്പ് ശ്രീ TP രാമകൃഷ്ണൻ. തൊഴിൽ, എക്സൈസ് ശ്രീ MM മണി. വൈദ്യുതി ശ്രീ AK ബാലൻ. നിയമം, സാംസ്കാരികം, പിന്നോക്ക വിഭാഗക്ഷേമം, പട്ടികജാതി പട്ടികവർഗം ശ്രീ P തിലോത്തമൻ. ഭക്ഷ്യം, പൊതുവിതരണം ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ. തുറമുഖം, മ്യൂസിയം, പുരാവസ്തു ശ്രീ G സുധാകരൻ. പൊതുമരാമത്ത്, രജിസ്ട്രേഷൻ, റെയിൽവേ ശ്രീ EP ജയരാജൻ. വ്യവസായം, കായികം, യുവജനകാര്യ വകുപ്പ് മന്ത്രി ശ്രീമതി J മേഴ്സിക്കുട്ടിയമ്മ. ഫിഷറീസ്, കശുവണ്ടി വ്യവസായ വകുപ്പ്, തുറമുഖം, എഞ്ചിനീയറിംഗ് ശ്രീ C രവീന്ദ്രനാഥ്. പൊതുവിദ്യാഭ്യാസം ശ്രീ KT ജലീൽ. ഉന്നത വിദ്യാഭ്യാസം, ന്യൂനപക്ഷ ക്ഷേമം ശ്രീ E ചന്ദ്രശേഖർ. റവന്യൂ, ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ K രാജു. വനം, മൃഗസംരക്ഷണം, മൃഗശാല ശ്രീ AK ശശീന്ദ്രൻ. ഗതാഗതം, മോട്ടോർ വാഹന വകുപ്പ് ശ്രീ K കൃഷ്ണൻകുട്ടി. ജലവിഭവം ശ്രീ VS സുനിൽകുമാർ. കൃഷി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ. സഹകരണം, വിനോദസഞ്ചാരം, ദേവസ്വം ശ്രീ AC മൊയ്തീൻ. തദ്ദേശഭരണം. കേരള നിയമസഭ തെരഞ്ഞെടുപ്പ് 2016. കേരളത്തിലെ 22ാമത്തെ മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ. 12ാമത്തെ വ്യക്തി. 14ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് 2016 മെയ് 16. 15ാമത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് 2016 നടന്നത്. ഫലപ്രഖ്യാപനം മെയ് 19. മന്ത്രിസഭ അധികാരമേറ്റത് മെയ് 25. 14ാം കേരള നിയമസഭയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി CPIM 58 സീറ്റ്. LDF നേടിയ ആകെ സീറ്റുകൾ ആണ് 91.
14 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം 77.35%. കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ ജില്ല കോഴിക്കോട് 81.89%. കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ നിയോജക മണ്ഡലം ചേർത്തല 86.3%. കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയ ജില്ല പത്തനംതിട്ട 71.56%. കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയ നിയോജക മണ്ഡലം തിരുവനന്തപുരം 65.19%. 14ാമത് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയത് ശ്രീ PJ ജോസഫ് തൊടുപുഴ 45,557 വോട്ടിൻ്റെ ഭൂരിപക്ഷം. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം നേടിയത് ശ്രീ അനിൽ അക്കര വടക്കാഞ്ചേരി 43 വോട്ടിൻ്റെ ഭൂരിപക്ഷം. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആദ്യ BJP സ്ഥാനാർത്ഥി ശ്രീ O രാജഗോപാൽ നേമം. ഏറ്റവും കൂടുതൽ നിഷേധ വോട്ട് രേഖപ്പെടുത്തിയത് കടുത്തുരുത്തി 1.2%. ഏറ്റവും കുറവ് നിഷേധ വോട്ട് രേഖപ്പെടുത്തിയത് പൂഞ്ഞാർ 0.21%. നിഷേധ വോട്ടിൻ്റെ ശതമാനം 0.5%. കേരളത്തിൽ ആദ്യമായി ഭിന്നലിംഗക്കാർ വോട്ട് ചെയ്ത തെരഞ്ഞെടുപ്പ് 14ാം നിയമസഭാ തെരഞ്ഞെടുപ്പ്. 14ാം കേരള നിയമസഭയിലെ മന്ത്രിമാരുടെ എണ്ണം 20, മുഖ്യമന്ത്രി ഉൾപ്പെടെ. പ്രായം കൂടിയ നിയമസഭാ അംഗം ശ്രീ VS അച്യുതാനന്ദൻ മലമ്പുഴ 92 വയസ്സ്. പ്രായം കുറഞ്ഞ നിയമസഭാ അംഗം ശ്രീ മുഹമ്മദ് മുഹസിൻ പട്ടാമ്പി 30 വയസ്സ്. 14ാം കേരള നിയമസഭയിലെ അംഗമായ സിനിമാ താരങ്ങൾ ശ്രീ ഗണേഷ് കുമാർ, ശ്രീ മുകേഷ്. 14ാം കേരള നിയമസഭയിലെ വനിതകളുടെ എണ്ണം 8. വനിതാ മന്ത്രിമാർ 2. ശ്രീമതി KK ശൈലജ, ശ്രീമതി J മേഴ്സിക്കുട്ടിയമ്മ. 14ാം കേരള നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ശ്രീ ജോൺ ഫെർണാണ്ടസ്. 14ാം കേരള നിയമസഭയിലെ പ്രോടേം സ്പീക്കർ ശ്രീ S ശർമ്മ. വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം നമ്മൾ ചെയ്ത വോട്ട് ആ സ്ഥാനാർത്ഥിക്കു തന്നെ ലഭിച്ചു എന്നത് ഉറപ്പിക്കുകയും റെസിപ്റ്റ് ലഭിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് VVPAT, വോട്ടർ വെരിഫിക്കേഷൻ പേപ്പർ ഓഡിറ്റ് ട്രയൽ. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനിയുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളിലും നിർബന്ധമാക്കാൻ തീരുമാനിച്ചിട്ടുള്ള സംവിധാനമാണ് VVPAT. ഇന്ത്യയിൽ ആദ്യമായി VVPAT പരീക്ഷിച്ച വർഷം 2013 നാഗാലാൻഡിൽ നോക്സൺ നിയമസഭാ മണ്ഡലത്തിലാണ്. കേരളത്തിൽ VVPAT ആദ്യമായി ഉപയോഗിച്ച വർഷം 2016 12 നിയോജക മണ്ഡലങ്ങളിൽ. എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും VVPAT സംവിധാനം ഉപയോഗിച്ച ആദ്യ സംസ്ഥാനമാണ് ഗോവ. രണ്ടാമത് ഹിമാചൽ പ്രദേശ്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം അനുസരിച്ച് ഒരു പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് ചെയ്യുന്നവരുടെ എണ്ണം
പരമാവധി 1400 ആണ്.